ഹായ് ഓൾ എന്നെ കൊണ്ട് റോൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതാണ് കോൺ റോളാക്കാൻ ഉപയോഗിക്കുന്ന സെല്ലോഫെൻ ഷീറ്റ്. ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടും. ഐ മീൻ ക്രാഫ്റ്റ് ഷോപ്പിലും ബേക്കേഴ്സിൻ്റെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. സെല്ലോഫെൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇത് ഒരു വലിയ ഷീറ്റായിട്ട് വരും. അത് നമ്മൾ ഫോൾഡ് ആക്കണം. എന്നിട്ട് എന്താ പറയുക, ഒരു മാർക്ക് വെച്ചിട്ട് ഈ കട്ടിങ് സ്കെയിലാണിത്. ഇതില്ലെങ്കിൽ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് 4 കട്ട് പീസ്, എന്താ പറയുക, അതായത് 4 കട്ട് പീസല്ല, ഒരു 12 പീസൊക്കെ നമുക്ക് കിട്ടും. 12 ഹെന്ന കോൺ മേക്ക് ചെയ്യാനുള്ള ഷീറ്റ് ഇത് കിട്ടും, കട്ട് പീസ് കിട്ടും. ഓക്കെ, അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനിനി കോണ് റോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിന് മുന്നേ ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. കാണാത്തവർ അതുപോയി ഒന്ന് കണ്ടുനോക്കുക. ഇതുപോലത്തെ ഒരു സ്കാർഫ് പിൻ എടുത്തിട്ട് അത് നമ്മൾ ഈ ഷീറ്റിൻ്റെ സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ പിൻ എന്തായാലും വേണം, ബിഗിനേഴ്സിന് പിന്നില്ലാണ്ടാവില്ല. അപ്പോൾ പിന്ന് വെച്ചിട്ട് ആ പിന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ കോണ് റോൾ ചെയ്ത് വരണം. അന്നേരം ഉള്ളിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കണം. അന്നേരം പിന്ന് ടൈറ്റ് ആവും. പിന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എഡ്ജിൽ ഇതുപോലൊരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ റോൾ ചെയ്തുകൊണ്ട് വരിക. ഇത് ഫസ്റ്റ് വലിയ ടാസ്ക് പോലെ തോന്നും, പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് നല്ല സ്പീഡാണ്. പിന്നെ ഇതിൽ ഹെന്ന ഫില്ല് ചെയ്യുന്നതും കൂടി കുറച്ച് ഞാൻ കാണിക്കാം. അങ്ങനെ എല്ലാം കോൺ ഒരുപാട് ആക്കി വെച്ച് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കൊടുക്കേണ്ടത്, ഒരു ഷോപ്പിൽ കൊടുക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് കുറച്ചേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഒരു 3 കോൺ ഫില്ല് ചെയ്യുന്നതാണ്, വീഡിയോ ലെങ്ത്താവും. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഞാനിവിടെ കുറച്ച് ഫില്ല് ചെയ്യുന്ന വീഡിയോ കാണിക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഫൈനലി എല്ലാം പാക്ക് ചെയ്തു. ഇതാ ഞാൻ ഇനി ഇത് കൊറിയർ ചെയ്യാൻ പോകണം. ഒരു ഷോപ്പിലേക്കുള്ള ഓർഡറാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, കമൻ്റ് ആക്കുക. ബായ്.